മറ്റു സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദുവിന്റെ അടുത്ത് അനി പറയുന്നുണ്ട്, നീയാണെങ്കിൽ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുക്കാൻ പറ്റാത്തത് എൻ്റെ അടുത്ത് നവീൻ ഉണ്ടായിരുന്നു. നവീൻ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, എനിക്ക് പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നിങ്ങളെ കല്യാണം ഞാൻ നടത്തി തരണമെന്നാ അവ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് എനിക്ക് ഉറപ്പായിട്ടും നിങ്ങളെ കല്യാണം നടക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് നന്ദു പറയുക, ഞാൻ കൂടെ സമ്മതിച്ചല്ലേ എൻ്റെ കല്യാണം നടക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും അത് നവീന്റെ മാത്രം ആഗ്രഹമാണ്. നവീന്റെ വീട്ടില് ഇതുവരെയായിട്ട് ആരടുത്തും പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അമ്മയടുത്ത് ആലോചിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ആദർശിന്റെ അടുത്ത്, എന്തായാലും ഞാനൊരു കാര്യം അറിഞ്ഞു നന്ദുവിനെ കുറിച്ച്, അത് ശരിയാണോ? ആദർശ് പറയുക, ശരിയാ, നന്ദുവും അനിയും തമ്മിലെ സ്നേഹത്തിലാ. അത് നമ്മൾ അറിയാൻ വേണ്ടി വൈകിപ്പോയി. എന്നാണ് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഈ കല്യാണം നടക്കില്ല എന്ന് എനിക്കുറപ്പാ. കാര്യം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെയും ഈ വീട്ടിൽ കൊണ്ടുവന്നതിൽ എല്ലാവർക്കും ഇഷ്ടമൊന്നും പെട്ടിട്ടില്ല. ഇനി തന്നെ മൂന്നാമതൊരാള് വരുമ്പോ തന്നെയാ എങ്ങനെ സ്ഥിതിയാന്ന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ ഇത് നടക്കില്ല എന്ന്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല ഇതിലെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശി പറയുക, അത് ശരി തന്നെയാ, ഇതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ. ഏതോ തീരുമാനമായിരുന്നല്ല മുത്തശ്ശന്റെ തീരുമാനം പോലെ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് നയനെ ചോദിക്കുന്നുണ്ട്, എന്താ ചോദിച്ചത് നവ്യ ചേച്ചി? അത് കല്യാണത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നുണ്ട് നന്ദുവിന്റെ കാര്യം അറിഞ്ഞെന്നാ തോന്നുന്നത്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ എൻ്റെ അടുത്തൊന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, എന്തോ ഒരു വിഷമമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ ഇടയിൽ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തായാലും ഇതിന്റെ തോന്നലായിരിക്കും. ജലജാന്റി അല്ലേ, ജലജാന്റി വല്ലതും പറഞ്ഞു കാണും, അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അതുകൊണ്ട് മാത്രമല്ല, ഞാൻ കുഞ്ഞുനാളിൽ മുതലേ കാണാൻ തുടങ്ങിയതാ ചേച്ചി. എന്തായാലും എന്തോ ഒരു കാര്യമുണ്ട്, അതിനി കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നൈന പറയുകയും ചെയ്യുന്നുണ്ട് ആദർശിന്റെ അടുത്ത്, ഇനി ഒരിക്കലും നന്ദുവിന്റെ കാര്യം ചോദിച്ച് ഞാൻ വീട്ടിലേക്ക് പോവില്ല. എന്തായാലും അമ്മയും അച്ഛനും ഇത് സ്വപ്നം കാണുക, നവീന്റെ കല്യാണത്തെ കുറിച്ച്. അതിനിടയ്ക്ക് അനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് പറയുമെന്നാ അറിയാത്തത്. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യാം, നന്ദുവും അനിയും തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലാതെ ഇതിനിടയിൽ നമുക്കൊന്നും പറയാനില്ല. എനിക്ക് ഈ വീട്ടിൽ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതുപോലെയല്ലല്ലോ എല്ലാവരുടെയും കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശി പറയുക, ഇതുപോലെ തന്നെയാ നിന്റെ ചേച്ചിയും പറഞ്ഞത്. ഏതായാലും നമുക്ക് നോക്കിയിരിക്കാം എന്താവുമെന്ന്, അത്ര തന്നെയാ. എന്തായാലും മുത്തശ്ശിന്റെ അടുത്ത് ഒരു ചെറിയ സൂചന ഇട്ട് കൊടുക്കണം. എന്തായാലും നന്ദു ഇവിടെ വീട്ടിൽ തന്നെ വരണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളതായിട്ട് എന്ന് ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്. അതിനൊരു കാര്യമുണ്ട്, നമ്മളന്ന് പിണങ്ങി ഇവിടുന്ന് മാറി നിന്ന സമയത്ത് പോലും ജലജ ആന്റി നമ്മളെ തകർക്കാൻ നോക്കിയത്. ഏതായാലും ജലജ ആന്റി തന്നെയാ ഇതിൽ ഏറ്റവും വലിയ നാഗരാജാനിനെ ഈ വീട്ടിൽ നിന്ന് എല്ലാം മാറ്റുന്നതിന് കാരണം എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് എല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി. അത് മുത്തശ്ശിന് ഒന്നും അറിയില്ല. പക്ഷെ ഇന്നും തെറ്റുകാരനായിട്ട് ആ നാഗരാജ് ഇന്നും നിൽക്കുന്നതാണെങ്കിലും അയാളുടെ മനസ്സിന്റെ ഉള്ളില് ജലജാന്റിയുടെ സ്നേഹം ഇന്നും നല്ലതുപോലെ ഉണ്ട്. എന്നാൽ അതിന് അങ്ങോട്ട് തിരിച്ച് അങ്ങനെ ഒന്നുമില്ല. ജലജാന്റിക്ക് ഒരു ശത്രുവിനെ പോലെ മാത്രം എപ്പോഴും കരുതുന്നത്. അതിനിടയിൽ എന്തോ ഒരു രഹസ്യം ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നയനയും ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ വരുന്നുണ്ട്. എന്താ, ആരെക്കുറിച്ചാ പറയുന്നതെന്നൊക്കെ. ഇല്ല, ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു. പിന്നെ വീട്ടിലോട്ടൊക്കെ പോയായിരുന്നോ നയന എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ കാര്യം അറിഞ്ഞത് പിന്നെ നയന എടുത്ത് ചോദിക്കാൻ വേണ്ടി തയ്യാറാവുക, എന്തായാലും നവീന്റെ കാര്യം എന്തായെന്നറിയാൻ വേണ്ടി. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അത് ഒന്നും ആയില്ല, എന്തായാലും അവര് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നല്ല കല്യാണമാ, നല്ല പയ്യനാ, നമുക്കത് അങ്ങോട്ട് നടത്തുന്നത് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരി മുത്തശ്ശ, അത് അവരെന്തായാലും അച്ഛനും അമ്മയും തീരുമാനിക്കട്ടെ, പിന്നെ അവരുടെ ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുക, എന്തായാലും നവ്യ എൻ്റെ അടുത്ത് ഒരു കള്ളം മറച്ചു വെക്കുന്നുണ്ട്. എന്താ? ആ സമയത്ത് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അറിഞ്ഞായിരുന്നു ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം, ഇവിടത്തെ അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലുള്ള കാര്യം. പക്ഷെ അത് ആദർശോ നീയോ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അത് എല്ലാ കാര്യങ്ങളും പറയുന്നതിനിടയ്ക്ക് ഇതെന്താ നിങ്ങൾക്ക് മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അല്ല, ഞങ്ങള് മറന്നുപോയൊന്നുമല്ല. ഇതില് മുത്തശ്ശന് എന്തുത്തരമാണ് നമുക്ക് തരാൻ കഴിയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അത് മാത്രമല്ല, മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതിന് പറഞ്ഞിട്ട് ഒരു പ്രസക്തിയില്ലാന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയാത്തത്. എന്തായാലും അവരുടെ ഇഷ്ടം ഏതോ അത് നടക്കട്ടെ. പക്ഷേ ജലജ ഒരിക്കലും സമ്മതിക്കില്ല. ജലജ വഴക്കുണ്ടാക്കിയത് നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അനിയുടെ തീരുമാനത്തില് എത്തിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശിന്റെ അടുത്ത്. ആ സമയത്ത് അനിയും വരുന്നുണ്ട്. അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഓഫീസിലെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിനക്ക് അതിനോട് ഒരു ശ്രദ്ധയില്ല. ഇപ്പൊ നിന്റെ ചിന്ത വേറെയാ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനിയുടെ അടുത്ത്. ഇല്ല മുത്തശ്ശന്റെ തോന്നല. എല്ലാവരും എൻ്റെ നിന്ന് എല്ലാം ഒളിച്ചു വെക്കുക. പക്ഷെ ഈ വീട്ടിലിരുന്ന് എല്ലാം അറിയുന്നുണ്ടെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അനി ഒന്നും അറിയാത്തതുപോലെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടോ, അവനാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ വരെ മടിയാ. പക്ഷേ എന്ത് ചെയ്യാൻ, അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണെന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്കും താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. അന്ന് നന്ദുവിന്റെ അമ്മ വന്ന് ഇവിടെ ബഹളം വെച്ചത് ഓർമ്മയുണ്ടല്ലോ. അനി ബേക്കിങ് നടക്കുവാന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടാ എൻ്റെ അടുത്ത് അന്ന് വഴക്കൂടി. ആ സമയത്ത് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഇനി നന്ദുവിനെ ശല്യപ്പെടുത്തില്ല എന്ന്. പക്ഷെ ആ വാക്കും എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതില് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെയാ കടന്നു പോകുന്നത്. അത് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശിന്റെ അടുത്ത് നയനയുടെ അടുത്ത്. അങ്ങനെ ജലജ പറയുന്നുണ്ട് നയനയുടെ അടുത്ത്, എന്താന്ന് വെച്ചാൽ എന്തായാലും ഞാനൊരു കാര്യം അറിഞ്ഞു, നവീന്റെ കാര്യം. എന്തായാലും ആ കല്യാണം നടക്കുവോ? അത് നിങ്ങൾ നടത്തുന്നത് നല്ലത്. നല്ല പയ്യനല്ലേ. ഞാൻ അറിഞ്ഞത് കുറച്ചു മുമ്പേ അറിഞ്ഞതേ ഉള്ളൂ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം നമുക്ക് ആ കല്യാണം തന്നെ നടത്താം. എന്നിട്ടും മതി നമുക്ക് ആനിയുടെയും അവന്തിയുടെയും കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നൈന പറയുക, എന്തായാലും എൻ്റെ അടുത്ത് ഇങ്ങനെ കൊള്ളിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏത് കല്യാണമെങ്കിലും നടത്തോട്ടെ, ഞങ്ങൾക്കിത് ഒരു തടസ്സവും ഇല്ല, ആര് കല്യാണമായിരുന്നാലും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നവീന്റെ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് അറിയില്ല എന്ന് നൈന പറയുന്നുണ്ട്. എന്തായാലും നവീന് വീട്ടിൽ ആലോചിച്ചെന്ന് മാത്രമേ എനിക്കറിയാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നൈന പോയ സമയം ഉടനെ തന്നെ ഫോൺ വിളിച്ച് ജലജ പറയുന്നുണ്ട് നവീന്റെ അമ്മയുടെ അടുത്ത്, ഇതുപോലെ നവീന് നന്ദുവിന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചിട്ടുണ്ട്, നീ ഇത് വല്ലതും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നു. എന്തായാലും നവീനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമെന്നാ പറയുന്നത്. ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ട് എന്താ ഞങ്ങളെയൊന്നും അറിയിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. അതിന് ഞങ്ങൾ ആരും തീരുമാനിച്ചില്ലല്ലോ, ഞങ്ങളിങ്ങനെ ആരുടെ പറഞ്ഞിട്ടുമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങള് നവീൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്ക് എന്നൊക്കെ നവീന്റെ അമ്മയുടെ അടുത്ത് ജലജ പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ഫോൺ കട്ടാക്കിയിട്ട് ഭയങ്കര വിഷമത്തിലൂടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വിളിക്കുകയാണ് നവീൻ്റെ അടുത്ത്. ഞാൻ അറിഞ്ഞ കാര്യം ശരിയാണോ? നീ പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല നീ നന്ദുവിനെ കല്യാണം ആലോചിച്ച കാര്യം. ആ സമയത്ത് പറയുക, ഞാൻ അമ്മയടുത്ത് പറയാനിരുന്നതായിരുന്നു, പക്ഷേ അതിന് സമയമുണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ ഇത് ആര് പറഞ്ഞാ ഇപ്പൊ അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എന്തായാലും ഞാൻ മുത്തശ്ശനുമായിട്ട് ഇന്ന് നന്ദുവിനെ വീട്ടിൽ സംസാരിക്കാൻ പോകും. പക്ഷേ കല്യാണം നടത്താനല്ല, ഇത് നടത്താതിരിക്കാൻ. അവർ സ്വപ്നം കണ്ട എന്ന് പറയാൻ വേണ്ടിയാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയില്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നവീന് ഉടനെ തന്നെ ഒന്നും പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കാതെ നവീന്റെ അമ്മ ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മുത്തശ്ശനും അതുപോലെ തന്നെ നവീന്റെ അമ്മയുമായിട്ട് പോകുന്നുണ്ട് നന്ദുവിന്റെ വീട്ടിലോട്ട്. ആ സമയത്ത് നന്ദു അവിടെ ഉണ്ടായിരുന്നു. നന്ദുവിനെ കണ്ട് പറയുക, എന്തായാലും നല്ല പയ്യന്മാരെ കണ്ട വളച്ചെടുക്കാൻ മിടിക്കുകയാണല്ലേ, എന്തായാലും അങ്ങോട്ടേക്ക് നിന്നെ പറഞ്ഞതല്ലേ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ നന്ദുവിന്റെ അമ്മയും അച്ഛനും നിൽപ്പുണ്ടായിരുന്നു. പറയുക, നിങ്ങളെ മോനെ ആരും വളച്ചെടുക്കാനൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ നവീന ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് കല്യാണം ആലോചിച്ചത്, പക്ഷെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ് പോയതാ എന്നൊക്കെ പറയുകയായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയാൻ തന്നെയാ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് ഈ കല്യാണത്തോട് താല്പര്യമേ ഇല്ല. എന്തായാലും ഇതിന് നിങ്ങൾ കണ്ട് സ്വപ്നം കാണണ്ട. എൻ്റെ മകന് വേണ്ടി ഞാനൊരു വേറെ പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എങ്ങനെയായിരുന്നാലും ശരി തന്നെയാ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പറയാൻ വന്നതിന് കാര്യം തന്നെയാ നിങ്ങളുടെ കല്യാണാലോചന ഇവിടെ വെച്ച് മുടക്കാൻ വേണ്ടിയാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊന്നും പറയരുത്, നിങ്ങളെ മോനാ ഇവിടെ വന്ന് പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ ആരും അങ്ങോട്ട് കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞ് വന്നിട്ടൊന്നുമില്ല എന്നൊക്കെ നന്ദുവിന്റെ അമ്മ പറയുന്നുണ്ട്.
അറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയല്ലേ, എല്ലാം പറഞ്ഞ മനസ്സിലാവുമല്ലോ. എന്തായാലും ഇതൊന്ന് ഓർമ്മയിരിക്കണം. ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്റെ മകന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കരുത്. നിങ്ങൾ തമ്മിൽ കേസിന്റെ കാര്യം പോലും സംസാരിക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫ്രണ്ട്സ് എന്നാ, പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു ഉടനെ പറയുന്നുണ്ട്, നിങ്ങളെ മോനും ഞാൻ തമ്മിൽ പ്രേമമൊന്നും അല്ല, ഞങ്ങളാണെങ്കിൽ കേസിന്റെ കാര്യം സംസാരിക്കണല്ലാതെ എന്റെ അടുത്ത് ഇങ്ങോട്ടാ പറഞ്ഞത് എന്നെ ഇഷ്ടമാണെന്ന്, പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആര് പറഞ്ഞിരുന്നാലും ശരി തന്നെയാ, എനിക്കിത് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഈ കാര്യം ഉടനെ തന്നെ വീട്ടിലറിഞ്ഞ് ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. എന്തായാലും ഭയങ്കര വിഷമത്തിലാവുകയും ചെയ്യുന്നുണ്ട്. നന്ദുവിന്റെ അമ്മയും അച്ഛനും കണ്ടോ, ഇവർക്ക് സമ്മതമില്ലാതായിരുന്നോ ഇങ്ങോട്ട് ഞങ്ങളടുത്ത് അവൻ ഈ കാര്യം പറഞ്ഞിരുന്നത്, ഇനി എന്ത് ചെയ്യും, എല്ലായിടത്തും പറഞ്ഞു പോയി, നാണക്കേട് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് നാണക്കേട്, എന്തായാലും അവൻ ഞങ്ങളടുത്ത് വന്ന് ആവശ്യപ്പെട്ട കാര്യമില്ലേ, അതൊന്നും നീ മിണ്ടാതിരിക്കുമെന്ന് പറയുക നന്ദുവിന്റെ അച്ഛൻ. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തീരുമാനിക്കണ്ട, ഇത് ഉടനെ തന്നെ നമുക്ക് നവീനെ വിളിച്ച് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവീനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവീൻ പറയുക, എനിക്കാണെങ്കിൽ ആര് പറഞ്ഞിരുന്നാലും ശരി തന്നെയാ, ഞാൻ കല്യാണം കഴിക്കുന്നത് നന്ദുവിന്റെ മാത്രമാണ്, എന്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഏത് കാര്യമാണെങ്കിലും അമ്മ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഞങ്ങൾക്കാണെങ്കിൽ ഇതിൽ ഒന്നും പറയാനില്ല എന്നൊക്കെ നന്ദുവിന്റെ അമ്മയും അച്ഛനും കൂടെ ഫോൺ വഴി പറയുന്നുണ്ട് നവീന്റെ അടുത്ത്. അങ്ങനെ നന്ദു ഫോൺ വാങ്ങിച്ചിട്ട് പറയുക, ഞങ്ങളെ ഇവിടെ വന്നൊന്ന് ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്, ഞങ്ങൾക്കാണെങ്കിൽ താല്പര്യമില്ലായിരുന്ന കാര്യമാ, പക്ഷെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഞങ്ങളെയാണോ എല്ലാരും കൂടെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു, അതിന് ഞാനല്ലേ പറഞ്ഞത് നിന്റെ അടുത്ത്, ഞാൻ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇപ്പോഴും ഞാൻ അത് പറയാനേ തീരുമാനിക്കുന്നുള്ളൂ, എനിക്ക് കല്യാണം ഉണ്ടെങ്കിൽ അത് നിന്റെ അടുത്ത് മാത്രമായിരിക്കും എന്ന് നവീൻ പറയുന്നുണ്ട്. ഇത് പറഞ്ഞപ്പം ഉടനെ തന്നെ ഒന്നും മിണ്ടാതെ ഫോൺ വെക്കുന്നുണ്ട് നന്ദു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുകയാണ് അനിയുടെ അടുത്ത്. ഇത് കേട്ടപ്പോൾ ഒരു ചെറിയ സന്തോഷം പോലെ തോന്നിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ആദർശിന്റെ അടുത്ത് പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ വരുന്നുണ്ട്. എന്താ എന്താ ഇതിൽ സന്തോഷം പോലെ നിൽക്കുന്നല്ലോ ഇന്ന്, എന്താ കാര്യം? ഒന്നുമില്ല മുത്തശ്ശ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുക. അങ്ങനെ പോയിട്ട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഭയങ്കര സന്തോഷത്തിലാണ് ആ നാനിയുടെ പെരുമാറ്റമൊക്കെ. ഇത് കണ്ടിട്ട് ആദർശ് ചോദിക്കുകയും ചെയ്യും, എന്താ പറ്റിയത്, എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാനാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയി ഫ്രണ്ട്സുമായിട്ട് ഒന്ന് കറങ്ങിയിട്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കഴിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. ആ സമയത്തും പറയും, എല്ലാവരും കഴിച്ചോ, അല്ലെങ്കിൽ ഇല്ലാത്ത അന്വേഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അനി മനസ്സിലാക്കിയത് എന്തായാലും ഇനി ഒരിക്കലും തന്നെ കല്യാണം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാ. ആ സമയത്ത് അങ്ങനെ എല്ലാരും കൂടെ ഉറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുക, എന്താ എന്താ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞൂടെ? ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അനി ഉറങ്ങാൻ കിടക്കുകയാണ്. ആ സമയത്ത് നന്ദു ഫോൺ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. വിളിച്ചിട്ട് പറയുക, എനിക്ക് നാളെ ഒന്ന് കാണണം, എനിക്ക് നേരിട്ടൊന്ന് സംസാരിക്കണം എന്ന് നന്ദു ഫോൺ ചെയ്യുന്നുണ്ട്. അതിനെന്താ, ഞാൻ നാളെ വരാം, നമ്മൾ സ്ഥിരം ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണരുന്നുണ്ട് അനി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആലോചിച്ച് വിറച്ചിരിക്കുക. എന്താന്ന് വെച്ചാൽ അനിയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലെ നായിക നന്ദുവും, അത് മാത്രമല്ല നവീനുമായിട്ടുള്ള കല്യാണമാണ് കണ്ടത്. അത് രാവിലെ കണ്ടത്. അതിനി എന്താ ഫലിക്കുവോ എന്നൊന്നും അറിയില്ല എന്നൊരു വിഷമത്തിൽ എഴുന്നേറ്റിരുന്ന് പെട്ടെന്ന് നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു, ഇത് നടക്കുമെന്നാ തോന്നുന്നത്, അത് നടക്കില്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പേടിച്ചു പോയി, അതാ ഞാൻ പെട്ടെന്ന് നിന്നെ ഫോൺ ചെയ്യുന്നത്, എന്താ ഈ സമയത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നീയും നവീനുമായിട്ടുള്ള കല്യാണം കഴിക്കുന്നേട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. സ്വപ്നത്തിലല്ലേ, യഥാർത്ഥമായിട്ടൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോളൂ, നാളെ നമുക്ക് കാണുമ്പോൾ സംസാരിക്കാം എന്ന് നന്ദു പറയുന്നുണ്ട് അനിയുടെ അടുത്ത്.